ഏകദേശം ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഐഡിയ, കുറച്ച് പ്ലാന്റ്സും കൂടെ പുറത്തോട്ട് എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ ഇത് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവരുടെ കുളത്തിൻ്റെ സൈഡിൽ കുറച്ച് പ്ലാന്റൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ ഞാനും അനസൂയയും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് അവിടെ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് എല്ലാവരും വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നാൽ വെള്ളം ഒഴിച്ചേക്കാം എന്ന് വിചാരിക്കുമായിരുന്നു. അപ്പം വെള്ളം പയ്യെ ഒഴിക്കുവാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനം ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കുവാണ് പയ്യെ. ബക്കറ്റിൽ വെള്ളം കൊണ്ട് നന്ദന തന്നിട്ടുണ്ട്, അശ്വതിയും റീഫിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് ബീക്കറും കൊണ്ട് മുക്കി അത് റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ അക്വേറിയം സെറ്റായി. നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഭയങ്കര ജാടയിലോ സൂപ്പർ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അറ്റത്ത് വലിയൊരു സംഭവം നടക്കാൻ പോകാമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും ഗൈസ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയില്ല, പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്നൊക്കെ ഓർത്തിട്ട്. ഇതാണ് നമ്മുടെ ടാങ്ക്. അതിനകത്ത് നമ്മൾ മീനെ എല്ലാം ഇറക്കി വെച്ച് ഒന്ന് സെറ്റാക്കി വിടുവാണ്. അപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പ് 2ൻ്റെ അക്വേറിയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും അതെല്ലാം സെറ്റ് ചെയ്ത് ലാബെല്ലാം നീറ്റാക്കാമെന്നുള്ളൊരു ഐഡിയയിൽ നിൽക്കുമായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് എല്ലാം സെറ്റ് ചെയ്തെന്നെല്ലാം ഓർത്തിട്ട്. പക്ഷേ നമ്മുടെ അക്വേറിയം കണ്ടോ, ഈ അക്വേറിയത്തിനൊരു പ്രശ്നമുണ്ട്. ഈ സ്ഥലത്ത് ഒരു ചെറുതായിട്ടൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. നമ്മളത് അകത്തുനിന്നും പുറത്തുനിന്നും നോക്കിയപ്പോൾ ഒരു വിഷയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്ക് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടാങ്ക് പൊട്ടിപ്പോയി. നമ്മൾ സെറ്റ് ചെയ്ത വെള്ളവും എല്ലാം നമ്മൾ ഭാഗ്യത്തിന് ഫിഷിനെ അതിനകത്തോട്ട് ഇട്ടില്ല. അങ്ങനെ രണ്ടാമതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു 5:30 ആയി. അങ്ങനെ തിങ്കളാഴ്ച ഇനി ലാബ് എക്സാം.